പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 16 വ്യാഴം. 2 ശമൂവേൽ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. ധൈര്യമായിരിക്കാൻ നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക, യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ജീവിതം പലപ്പോഴും ഒരു യുദ്ധക്കളമാണ്. ചില യുദ്ധങ്ങൾ കണ്ണുകൊണ്ട് കാണാം, ചിലത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിശബ്ദമായി നടക്കുന്നു. കണ്ണുനീർ ചൊരിയുന്ന രാത്രികൾ, പ്രതീക്ഷ മങ്ങുന്ന നിമിഷങ്ങൾ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന കാലങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലെ യുദ്ധങ്ങളാണ്. ഇത്തരം ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ യോവാബ് തൻ്റെ സൈന്യത്തോട് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വചനം. ധൈര്യപ്പെടുക. ഇത് വെറുമൊരു യോദ്ധാവിൻ്റെ മുദ്രാവാക്യമല്ല, ഒരു വിശ്വാസിയുടെ ഹൃദയമിടിപ്പാണ്. ഭയത്തേക്കാൾ വലുതാണ് വിശ്വാസം. സാഹചര്യങ്ങളെക്കാൾ ശക്തനാണ് ദൈവം. യോവാബ് പറയുന്നു, നമുക്ക് നമ്മുടെ ജനത്തിന് വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടിയും പോരാടാം. സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനും ജനത്തിൻ്റെ നന്മയ്ക്കുമായി. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ സൗന്ദര്യം. നമ്മുടെ പോരാട്ടം നമ്മുടെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടിയാണ്, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ്, സഭയുടെ വിശുദ്ധിക്ക് വേണ്ടിയാണ്, സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. നമുക്കറിയാം, ഒരു വിളക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമാകാനാണ് ജ്വലിക്കുന്നത്. അതുപോലെ ഒരു വിശ്വാസി സ്വന്തമായതിനു വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് പ്രത്യാശയാകാനും ദൈവത്തിൻ്റെ സാക്ഷിയാകുവാനുമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനത്തിൻ്റെ അവസാന ഭാഗം വളരെ മനോഹരമാണ്. യഹോവയ്ക്ക് പ്രസാദമുള്ളത് അവൻ ചെയ്യട്ടെ. ഇതാണ് യഥാർത്ഥ സമർപ്പണം. നമ്മുടെ കടമ ധൈര്യത്തോടെ നിലകൊള്ളുക എന്നതാണ്. വിജയം നൽകുന്ന ദൈവമാണ്. നാം വിതയ്ക്കണം, വളർത്തുന്ന ദൈവമാണ്. നാം പ്രാർത്ഥിക്കണം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നാം വിശ്വസ്തരായിരിക്കണം, ഫലം നൽകുന്നത് ദൈവമാണ്. ചിലപ്പോൾ ദൈവം യുദ്ധം ഉടനെ അവസാനിപ്പിക്കില്ല, എന്നാൽ യുദ്ധത്തിൻ്റെ നടുവിൽ നമ്മെ ശക്തരാക്കും. കൊടുങ്കാറ്റ് എല്ലായ്പ്പോഴും അവസാനിക്കണമെന്നില്ല, എന്നാൽ കൊടുങ്കാറ്റിൽ തളരാത്ത വിശ്വാസം അവൻ നൽകും. ഇരുണ്ട രാത്രിയെ ഉടനെ മാറ്റണമെന്നില്ല, എന്നാൽ രാത്രിയിൽ പ്രകാശിക്കുന്ന നക്ഷത്രമാകാൻ അവൻ നമ്മെ പഠിപ്പിക്കും. ഇന്ന് നമ്മുടെ ഭവനങ്ങൾക്ക് ധൈര്യമുള്ളതായ മാതാപിതാക്കളെ വേണം, പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ വേണം, സമൂഹത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ നമുക്ക് വേണം. പരീക്ഷകളിൽ പിന്മാറാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, പ്രതിസന്ധികളിൽ തകരാതെ നിൽക്കുന്ന ദൈവമക്കളെ ഈ കാലം കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ധൈര്യപ്പെടുക. കാരണം നമ്മുടെ ദൈവം എപ്പോഴും ജീവിക്കുന്നു. അവനെന്നും വഴികൾ തുറക്കുന്നു, അവനെന്നും കണ്ണുനീർ തുടയ്ക്കുന്നു, അവനെന്നും തൻ്റെ ജനത്തോടൊപ്പം യുദ്ധഭൂമിയിൽ നടക്കുന്നു. ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക, വിശ്വാസത്തോടെ പോരാടുക, സ്നേഹത്തോടെ സേവിക്കുക, ഫലം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. കാരണം യഹോവയ്ക്ക് പ്രസാദമുള്ളത് അവൻ ചെയ്യും. അവൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റുകയില്ല, അവൻ്റെ സമയവും ഒരിക്കലും വൈകിപ്പോകുകയില്ല, അവൻ്റെ ജയം ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, ധൈര്യത്തോടെ ജീവിപ്പാൻ, വിശ്വസ്തയോടെ പോരാടാൻ, അങ്ങയുടെ ഹിതത്തിൽ വിശ്രമിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.